ഡാനി പോൾ ചേരുന്നു. ഡാനി, GCDA യോഗം ചേരുകയാണ്. ഇതിൽ ആശയക്കുഴപ്പമില്ല എന്ന കാര്യം ആവർത്തിക്കുകയാണ് GCDA. അതൊരു രാഷ്ട്രീയമായ പ്രതിരോധം കൂടിയാണ്. കാരണം ഇതിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് UDF-ഉം കോൺഗ്രസും ഒക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു. സ്റ്റേഡിയം സ്വകാര്യ വ്യക്തിക്ക് വിറ്റു എന്ന തരത്തിൽ പോലും പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ നേരിടാൻ തീരുമാനം? എന്താണ് CPM-ന്റെ നീക്കം? ആ ടെൻഡർ ക്ഷണിച്ചതിന് ശേഷം അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ സജിത്ത്, ഇപ്പോൾ ഈ സ്റ്റേഡിയം വിവാദം സംബന്ധിയായിട്ട് ഇതിപ്പോൾ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ എന്ന രീതിയിലേക്ക് എല്ലാം തന്നെ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അത് പ്രധാനമായും CPM-ഉം കോൺഗ്രസും തമ്മിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ സ്റ്റേഡിയത്തിനകത്ത് കടക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ GCD സംബന്ധിയായ കാര്യങ്ങൾ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് GCDA ചെയർമാൻ തന്നെ പറഞ്ഞത് CPM ഇതിന്റെ ഒരു ഫ്രാക്ഷൻ യോഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം നടന്നിരുന്നു. ഇവർ പൊതുവിൽ തന്നെയും ഇതിന് തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിന് രാഷ്ട്രീയമായി നേരിടുക എന്നത് തന്നെയാണ്. അതിൽ GCDA ചെയർമാനും അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറിയും സംസാരിച്ച ഒരേ ശബ്ദം തന്നെയാണ്. കാരണം ഇതിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് കുറച്ചുപേരെ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നതെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ GCDA ഇന്ന് യോഗം നടക്കുകയാണ്. കൌൺസിൽ യോഗം ഉണ്ട്. അതിനുശേഷം ജനറൽ ബോഡി യോഗം നടക്കുന്നു. ഇപ്പോൾ GCDA യോഗം നടക്കുന്ന GCDA ഓഫീസിന് പുറത്ത് യുവമോർച്ചയുടെ പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോലീസ് അത് തടഞ്ഞിരിക്കുന്നു. നേരത്തെ BDJS-ന്റെ നേതൃത്വത്തിലും ഇവിടെ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നത്. ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നുണ്ട്. പ്രധാനപ്പെട്ട ആരോപണം, യാതൊരു രീതിയിലുള്ള കരാറുമില്ലാതെ ഈ രീതിയിലുള്ള ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു. ഇത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ യാതൊരുവിധ ഓഡിറ്റിംഗും ഇല്ലാതെ അനുമതികളില്ലാതെ ഒരു പൊതുസ്ഥലം സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും തന്നെ ചോദിക്കുന്നത്. ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകണമെന്ന് പൊതുവിൽ തന്നെയും ഒരു ആവശ്യമുയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി വരുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ GCDയുടെ കൌൺസിൽ യോഗം നടക്കുന്നത് എന്നതും സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇതിൽ സ്പോർട്സ് കേരള ഫെഡറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ധാരണയുണ്ടാക്കിയതായിട്ട് GCDA ചെയർമാൻ തന്നെ പറയുന്നത്. ഇതിൽ ഇടപെടൽ നടത്തിയവർക്ക് കൃത്യമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പല കാര്യങ്ങൾക്കും അനുമതിയില്ല. പ്രത്യേകിച്ച് അതിന്റെ സ്റ്റേഡിയത്തിന്റെ പെയിന്റിംഗ് ജോലികൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അതിന് പോലും കൃത്യമായ അനുമതികളില്ലാതെ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പെയിന്റ് കമ്പനി തന്നെ ഇപ്പോൾ GCDക്ക് കത്തയച്ചിരിക്കുന്നു. തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാരണ്ടി പീരീഡ് അത് ഇനി നൽകാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് GCDക്ക് ആ പെയിന്റ് കമ്പനി അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് മെസ്സിയെ കൊണ്ടെത്തിക്കാൻ കഴിയുമെങ്കിൽ അത് മാർച്ച് നടക്കുമെന്ന് അത് പറയുമ്പോൾ പോലും ഇപ്പോഴും അതിന് ഒരു ഉറപ്പുമില്ലാത്ത രീതിയിലേക്കെല്ലാം തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും വലിയ പ്രതിഷേധ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് GCDയുടെ കൌൺസിൽ യോഗം തുടരുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് GCDA എടുത്ത നടപടികൾക്ക് സ്വാഭാവികമായും CPM നേതൃത്വം അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വിഷമവൃത്തത്തിലേക്ക് GCDA വന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇതിന് പാർട്ടിയുടെ വക ഒരു പിന്തുണ നൽകുന്നുണ്ട്. എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ സാധുതയുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ പോലും വലിയ രീതിയിലുള്ള വിമർശനം GCDക്ക് നേരെ ഉയരുന്നുണ്ട്. അത് പ്രധാനമായും തന്നെ ഈ കരാറുകൾ സംബന്ധിച്ചാണ്. ഈ കരാറുകൾക്ക് എന്ത് സുതാര്യതയാണ്, അല്ലെങ്കിൽ ഈ പണം മുടക്കിയവർക്ക് എന്ത് ഉറപ്പാണ് GCDA നൽകിയതെന്നത് സംബന്ധിച്ച് പുറത്തുവിടണമെന്ന വലിയ ആവശ്യം ഉയരുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് CPM-ഉം കോൺഗ്രസും ഇത് തമ്മിലടിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയം മാറിയിട്ടുമുണ്ട്. സജിത്ത, എന്തായാലും GCDA വിഷയത്തിൽ പൂർണ്ണമായും ഇതിൽ സർക്കാർ നിലപാടിന് ഒപ്പം നിൽക്കുന്നു. അതിൽ വിവാദങ്ങൾക്ക് ഇട നൽകാത്ത രീതിയിലുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു. കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ GCDAക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് CPM ജില്ലാ സെക്രട്ടറി S. സതീഷിന്റെ നിലപാട്. സ്റ്റേഡിയം സ്വകാര്യവൽക്കരിക്കുന്നു എന്നത് തെറ്റായ പ്രചരണമാണ്. കോൺഗ്രസ് തെറ്റിദ്ധാരണ പരത്തുന്നു. ഇന്നലെ സ്റ്റേഡിയം നശിപ്പിക്കാൻ സംഘടിതമായ ശ്രമമുണ്ടായി. ഇത് അനുവദിക്കാൻ സാധിക്കില്ല. ശക്തമായി പ്രതികരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. മെസ്സി വരണമെന്നും ഇവിടെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കളികൾ നടക്കണമെന്നുള്ളത് കേരളത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെ എല്ലാവരുടെയും ആവശ്യമാണ്. മുഴുവൻ കായിക പ്രേമികളും വളരെ ആവേശത്തിലായിരുന്നു ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും ഒടുവ് വന്ന വാർത്ത പ്രകാരം അതിൻ്റെ ഡേറ്റ് മാറുന്നു എന്ന വാർത്ത പുറത്തു വന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദിക്കുന്നതിനോ മറുപടി പറയണതിനൊന്നും ഒരു പ്രയാസമില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടത് എന്താണ്? ആ സ്റ്റേഡിയത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ച് കയറുന്നു.
അത് നശിപ്പിക്കാൻ ആവശ്യമാവുന്ന രൂപത്തിൽ ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കുമ്പോൾ നടത്തേണ്ട സൂക്ഷ്മതയോടെയുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. എന്തിനാണ് അങ്ങനെ കയറുന്നത്? അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്. അപ്പം രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനെ മാറ്റുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഇത് അലങ്കോലപ്പെടുത്താൻ കഴിയുമോ എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അത് തെറ്റാണ്. കോൺഗ്രസ് ആ തെറ്റ് പറ്റിയെന്നുള്ള ആളുകളോട് പറയണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ സംശയങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ അതിനൊന്നും എതിർക്കുന്നതല്ല, അതൊക്കെ ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രേരിതമാക്കി ഈ കേരളത്തിൻ്റെ കായിക അന്തരീക്ഷത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കാൻ കഴിയുന്ന, അത് ഈ കേരളത്തെ തന്നെ ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം സാധ്യതകളെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അത് അവർ രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അടവ് സമീപനമൊക്കെ ആയിട്ട് ഇത്തരം നല്ല പ്രവൃത്തിയെ പോലും മാറ്റാൻ ഇങ്ങനെ അവർ പരിശ്രമിക്കുന്നത്. അല്ല, CPM ഇതിനെ രാഷ്ട്രീയമായിട്ടൊന്നും നേരിടേണ്ട കാര്യമില്ല. ഞങ്ങളിതിനെ തുറന്ന് ജനങ്ങളുടെ മുമ്പായുണ്ട്. ഞങ്ങളിതിനെതിരാണ് രാഷ്ട്രീയം കലർത്തേണ്ടത്. ഞങ്ങൾക്ക് ഒരു നയമുള്ളൂ, ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ മത്സരങ്ങൾ കേരളത്തിനകത്ത് നടക്കണം. അത് കേരളത്തിൻ്റെ കായിക മേഖലയ്ക്കും പൊതുവിൽ കേരളത്തിനും ഗുണകരമായ ഒന്നാണ്. കേരളത്തെ ലോകത്തിൻ്റെ മുമ്പായി അവതരിപ്പിക്കാൻ തന്നെ സഹായകരമാവുന്ന ഒന്നാണ്. അതിന് ഇത്തരത്തിലുള്ള സ്പോൺസർമാരെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കഴിയുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കേരളത്തിലെ ഗവൺമെൻറ്. ആരാണെങ്കിലും കേരളത്തിൻ്റെ ഗവൺമെൻറ് അത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കേരളം ഇതുപോലെയുള്ള കളികളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറണം എന്ന ഒറ്റ സമീപനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്.